ഞാൻ ഇറാൻ എന്തിനാണ് GCC രാജ്യങ്ങളെ ആക്രമിക്കുന്നത് അത് ഈ റമദാൻ മാസത്തിൽ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് കുറേ ആൾക്കാർ തെറി പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ 2 കമൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഏറ്റു. അവർ പറയണത് അമേരിക്കൻ ബേസിനെയാണ് ഈ സൗദിയിലും ബഹ്റൈനിലും മറ്റുള്ള GCC രാജ്യങ്ങളിലൊക്കെയുള്ള അമേരിക്കൻ ബേസുകളെയാണ് ആക്രമിച്ച പൊട്ട എന്ന് പറഞ്ഞിട്ട് ഒരാൾ പറഞ്ഞത് തെറി. അത് കഴിഞ്ഞിട്ട് നിനക്ക് എന്താ അറിയാം, അവരൊന്നും ആക്രമിക്കുന്നില്ല, ഞങ്ങളുടെ സൗദിനെ മറ്റുള്ളവരൊന്നും അല്ല ആക്രമിച്ചിട്ടുള്ളത്. ഞങ്ങൾ അമേരിക്കക്കാരവിടെ നിന്ന് ഓടിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ ബേസിനെ ആക്രമിച്ചിരുന്നു. എനിക്കൊന്നും അറിയേണ്ടി ചോദിക്കുക. എന്നിട്ട് എത്ര അമേരിക്കക്കാർ മരിച്ചു അവിടെ? ഈ അമേരിക്കൻ ബേസിനെ അറ്റാക്ക് ചെയ്തിട്ട് അവിടെ എത്ര ആൾ മരിച്ചു? അമേരിക്കയ്ക്ക് എന്തോരം വലിയ നാശനഷ്ടം ഉണ്ടായത് നിങ്ങളൊന്ന് ആലോചിക്കുക. അമേരിക്കയ്ക്ക് എന്ത് നഷ്ടം സംഭവിച്ചത്? 3 ഇന്ത്യക്കാരും മരിച്ചു, ഒരു പാകിസ്ഥാനി മരിച്ചു, ഒരു വേറെ ഏതൊരു രാജ്യത്തൊരാൾ കൂടി മരിച്ചു. അങ്ങനെ നിരപരാധികളായിട്ടുള്ള ആൾക്കാരെ മരിക്കണേ. ഇത് കൂട്ടി വെച്ചിട്ട് നിങ്ങളെല്ലാവരും ഇസ്രായേലിലേക്ക് അയക്കി, ഇസ്രായേലുകൾ ചാവട്ടെ, അതല്ല ഇതിലൂടെ നല്ലത്. അമേരിക്ക എന്തായാലും വഴി ദൂരത്താണ് കിടക്കണം, അമേരിക്കനെ ആക്രമിക്കാൻ സഹായിക്കില്ല. അല്ലെങ്കിൽ അമേരിക്ക പടക്കപ്പിൽ വന്ന് എടുക്കണ്ടല്ലോ അവിടെ, അത് അവരാക്രമിച്ചൂടാ നിങ്ങൾക്ക്? അമേരിക്കയുടെ ബേസ് ഇനിയിപ്പോൾ അമേരിക്ക പറഞ്ഞിട്ടാണോ അവർ ഈ ഇറാനെ പേടിച്ചിട്ടാണ് ഈ ഇത്രയും രാജ്യങ്ങളിൽ അമേരിക്കൻ ബേസ് അവർ കൊടുന്നിട്ടുള്ളത്. അവരെ പ്രൊട്ടക്ഷന് അവർ മെയിനായിട്ട് പേടിച്ചിരുന്നത് ഈ ഇറാനിനി, ഇറാൻ്റെ പ്രോക്സി അല്ലേ കൂത്തികൾ. അവർ മറ്റേ മക്കയിലേക്ക് ഒരു ആക്രമണം നടത്തിയിട്ടില്ല ഒരു കാലഘട്ടത്തിൽ. എന്നിട്ട് സൗദി അറേബ്യ എത്ര യുദ്ധം നടത്തിയില്ല, ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നു കളഞ്ഞിട്ടുണ്ട് ഹൂത്തികളുടെ അവിടുത്തെ. അതൊന്നൊന്ന് ആലോചിക്കുക. അമേരിക്കൻ ബേസിലേക്ക് അത്ര ആക്രമണം നടത്തിയത്. ഒരു വെളിവും വെള്ളിയാഴ്ച വെച്ച് സംസാരിക്കുക. പിന്നെ തെറി പറയണത് അത് നമുക്കറിയില്ല, അത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ.